ശബരിമല കൊള്ളയിൽ മേലുള്ള സ്വർണ്ണക്കൊള്ളയിൽ മേലുള്ള അന്വേഷണം SIT നടത്തിക്കൊണ്ടിരിക്കുന്നതിനകത്ത് ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാകുന്നതായിട്ട് ശരിയായി സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ബാഹ്യ ഇടപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ടീമിനെ SITയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഹൈക്കോടതിയാണെങ്കിലും അതിലെ അംഗങ്ങളെന്ന് പറയുന്നത് അവർ യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ സർക്കാരിനൊരു ചെറിയ കൈ ഉണ്ടായിരിക്കും, ഇല്ലയെന്നൊന്നും പറയാനൊക്കത്തില്ല. എന്നിട്ട് അത് അന്വേഷണത്തെ ഞങ്ങൾ വളരെയധികം സഹായിക്കുകയാണ് എന്ന് പറയുന്നത്, സഹായിക്കുന്ന ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അന്വേഷണത്തിൻ്റെ സഹായം. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളരെ പ്രബലരായ രണ്ട് നേതാക്കൾ, അതിൽ ഏറ്റവും വലിയൊരു സമുന്നതനായ നേതാവെന്ന് പറയുന്നത് പത്മകുമാറാണ്, അതേപോലെ തന്നെ ശ്രീ N. വാസു. ഇവർ രണ്ടുപേരും ഇത്രയും നാളായിട്ട് ജയിലിൽ കിടക്കുക. അവരുടെ പേരിൽ ഇന്ന് വരെ പാർട്ടിയുടെ തലത്തിലുള്ള ഒരു അച്ചടക്ക നടപടിയും പാർട്ടി സ്വീകരിച്ചിട്ടില്ല. അതിനുള്ള ന്യായമെന്ന് പറയുന്നത് അത് കുറ്റപത്രം കൊടുക്കട്ടെ, അതിൻ്റെ വലിയ താത്വിക ആചാര്യൻ വിളിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം, കുറ്റപത്രം വരട്ടെ, അന്വേഷണം കഴിയട്ടെ. അപ്പോൾ അന്വേഷണം ഇപ്പോഴേ ആദ്യം ഞങ്ങൾക്ക് ഇങ്ങനൊരു ഇടപാടില്ല, ഒരു ഇടപാടും കാണുകയല്ല. സ്വർണം അടിച്ചുകൊണ്ട് പോയി തിന്നത് മനസ്സിലാക്കിയിട്ട് കൊള്ള അടിച്ചതാണെന്ന് മനസ്സിലാക്കിയിട്ടും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്ന് പറയുന്ന ആളുകൾ അപ്പം അന്വേഷണം വരുന്നു, ഇവർ കുറ്റക്കാരാണെന്ന് കണ്ട് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ പറയും, കുറ്റപത്രം കൊടുത്തല്ലേ ഉള്ളൂ, വിചാരണ നടക്കട്ടെ, അതിലെ കോടതി ശിക്ഷിക്കട്ടെ. ഉടനെ കോടതി ശിക്ഷ വരുന്നെന്നിരിക്കട്ടെ, ശിക്ഷ വന്നു കഴിഞ്ഞാൽ പറയുന്നത് ഇത് ആദ്യത്തെ കോടതിയുടെ ശിക്ഷയല്ലേ, ഇതിന് മേളിൽ വേറെ കോടതികളില്ലേ. ഇതാണ് ന്യായം. അപ്പോൾ ഈ ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ സഹായം അന്വേഷണത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നവർ. ഇന്നലെ ഹൈക്കോടതി സുപ്രധാനമായ 1-2 ഓബ്സർവേഷൻസ് അത് ജസ്റ്റിസ് ബദറുദ്ദീൻ നടത്തി. അത് വളരെ ആപ്റ്റാണ്. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത് ഞാൻ കണ്ടത്. അത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളായി നമ്മുടെ വാസുവിനെ അറസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് വളരെ എഴഞ്ഞങ്ങോട്ട് നീങ്ങി വളരെ കഷ്ടപ്പെട്ട അവസാനം നിവൃത്തിയില്ലാതെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. അത് തന്നെ വളരെ താമസിച്ചാണ്. പത്മകുമാറിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, ഇതെല്ലാം കഴിഞ്ഞു. അദ്ദേഹത്തിന് മൂക്കുപനി വന്നു, പിന്നെ അദ്ദേഹത്തിന് കല്യാണത്തിന് പോകണം, അവിടെ പോകണം ഇവിടെ പോകണം, ഇതെല്ലാം കേട്ടു, ഇതെല്ലാം സമ്മതിച്ചു, എല്ലാം കൊടുത്തു. അവസാനം നിവൃത്തിയില്ലാതെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചു പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തല്ലോ, ഇനി പത്മകുമാറിനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് മറ്റ് ഉന്നതങ്ങളിലേക്ക് പോകും. അതിൽ പത്മകുമാർ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കേട്ടതാണ് TV മാധ്യമങ്ങളിൽ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവതുല്യരായ ചില മനുഷ്യർ ഇതിനകത്തുള്ളപ്പോൾ ഞാൻ എന്തു ചെയ്യും, ഇനി ആരാണ് ഈ ദൈവം എന്നുള്ളതിനെക്കുറിച്ചൊരു അന്വേഷണം നടക്കും എന്ന് നമ്മളെല്ലാം തെറ്റിദ്ധരിച്ചു. ഒന്നും നടന്നില്ല. കാരണം ഈ ഇലക്ഷനുമൊക്കെ വന്നപ്പോഴത്തേക്ക് പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി അന്വേഷണം അവിടെ അങ്ങ് നിന്നു, മുരടിച്ചു, മുമ്പോട്ട് പോകുന്നില്ല, വേറെ ഒന്നുമില്ല. ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇത് ഇത്രയും മോഷണമാണെന്നും എല്ലാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് മോഷണമാണെന്ന്. ബാക്കി മുരാരി ബാബു ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പം മോഷണമാണെന്ന് മനസ്സിലായി, സ്വർണ്ണക്കൊള്ളയാണെന്ന് മനസ്സിലായി. വാസുവിനെയും പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്തപ്പോഴും മനസ്സിലായി. ഇത് മനസ്സിലായാൽ ഈ കൊള്ള മുതൽ, സ്വർണം മുതൽ, ഈ കളവ് മുതൽ, അതായത് ഒരു നമുക്ക് തെഫ്റ്റ് എന്ന് നമ്മൾ പറയും നമ്മുടെ ഭാഷയിൽ, ലീഗൽ പാർലൻസിൽ തെഫ്റ്റ്, ഈ റിസീവിങ് സ്റ്റോളൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വലിയ ഒഫൻസാണ്. അതായത് ഇത് കൊള്ള മുതലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വാങ്ങിയെടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ പങ്കജ് ഭണ്ഡാരിയെയും അതേപോലെ തന്നെ ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്തില്ല എന്ന് നമ്മൾ സാധാരണക്കാർ ചിന്തിച്ചു കേട്ടോ. കാരണം ഇവർ കളവ് മുതൽ സ്വീകരിച്ചവരാണ്, വാങ്ങിയവരാണ്. കളവ് മുതൽ വാങ്ങിയെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒഫൻസാണ്. ഈ സ്വർണം ഉരുക്കിയെടുത്തതിന് 96 ഗ്രാം സ്വർണം, 96 ഗ്രാം സ്വർണം എന്ന് പറഞ്ഞാൽ 12 പവൻ വാങ്ങിയെടുത്ത ഒരു കക്ഷിയാണ് ഒന്ന് കേട്ടോ. അയാൾ ബെല്ലാരിയിൽ സ്വർണ്ണക്കട നടത്തുകയാണ്, സ്വർണ്ണ ബിസിനസ് വ്യാപാരം നടത്തുകയാണ് ഗോവർദ്ധൻ. അയാളുടെ കയ്യിൽ നിന്ന് കുറേ സ്വർണ്ണം പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പങ്കജ് ഭണ്ഡാരി എന്ന് പറയുന്ന ആൾ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, സ്മാർട്ട് ക്രിയേഷൻസ്. അവർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്വർണം പൂശിയ ഒരു ചെമ്പുപാളി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കത്തില്ല, ചെമ്പുപാളി മാത്രമായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടെ ഞങ്ങൾ സ്വർണം പൂശി കൊടുക്കത്തുള്ളൂ.
പൂശുന്നതാണ്. സ്വർണം അതിനകത്ത് ക്ലാഡ് ചെയ്തതല്ല. അപ്പം ക്ലാഡ് ചെയ്തിരുന്ന സ്വർണം അതിനകത്ത് ഉണ്ടായിരുന്നെന്നും ഇതെല്ലാം റെഡിയാക്കി എടുത്തതാണെന്നും ഇയാൾക്കറിയാം. ഇതറിഞ്ഞുകൊണ്ട് ആദ്യം മുതൽ കളവ് പറഞ്ഞു, അവസാനം മാറ്റി പറയേണ്ടതായിട്ട് വന്നു. ഇത് കളവ് മുതലാണെന്ന് മനസ്സിലായി കാണത്തില്ല എന്ന് ഇവർ പറയും. പിന്നെ മനസ്സിലാക്കാതെ അയ്യപ്പൻ്റെ സ്വർണം കൊണ്ട് കൊടുക്കാൻ എന്തുവാ, അത് അറിഞ്ഞൂടെ അത് അവിടുത്തെയാണ്. ഈ പാളികളൊന്നും, അതായത് അവിടുന്ന് കൊണ്ടുപോയ ചെമ്പ് പാളികളും സ്വർണം പതിച്ച ക്ലാഡ് ചെയ്ത ചെമ്പ് പാളികളൊന്നും കിട്ടിയിട്ടില്ല. അതൊന്നും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അത് ട്രേസ് ഔട്ട് ചെയ്യുകയോ അത് എടുക്കുകയോ ചെയ്തിട്ടില്ല. അതൊക്കെ ഇപ്പോൾ കടൽ കടന്ന് പോയി കാണും. കാരണം അത് കോടിക്കണക്കിന് 500 കോടി 1000 കോടി രൂപയൊക്കെ വില മതിക്കുന്ന സാധനങ്ങളാണ്. വില മതിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അതിൻ്റെ അത്രയും ആൻറ്റിക് വാല്യൂ ഉള്ളതാണ്. ഇതൊക്കെ കിട്ടിക്കാണും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം അന്വേഷണം അവിടെ അങ്ങ് നിൽക്കുക കേട്ടോ. ഇന്നലെ ഹൈക്കോടതി ശരിക്കും എടുത്തിട്ട് അലക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെന്താ, ഈ സ്വർണ്ണക്കൊള്ള നടത്തിയത്, സ്വർണം കട്ടത് ആരാണ് എന്നൊക്കെ ഉള്ള പാട്ട് വന്നല്ലോ. ആ പാട്ട് വന്നു കഴിഞ്ഞപ്പം ആ പാട്ടിനെതിരെ കേസെടുക്കാൻ പോയി. പണ്ട് മൈക്ക് പണി മുടക്കി ഇതിന് മൈക്കിൻ്റെ പേര് കേസെടുത്ത കക്ഷികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതേപോലെ ഇതിന് ഈ പാട്ട്, അതായത് പറയാം, ഒരു കുഴപ്പമില്ല. നമ്മൾ പ്രസംഗിക്കുമ്പോഴും എല്ലാം ആളുകൾ പറയാറുണ്ട്, ഞാൻ തന്നെ ഈ കൊള്ള ഇത് നടത്തിയതാണെന്നും സ്വർണം കണ്ടതാണെന്നും ഒക്കെ ഞാൻ എത്രയോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആളുകളെല്ലാം സംസാരിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുമ്പോഴെല്ലാം അവർ വിളിച്ചു പറയുന്നുണ്ട്. പരസ്യമായിട്ട് എത്രയോ പേര് പറയുന്നു. മാധ്യമങ്ങൾ എഴുതുന്നില്ലേ ഇത് കളവ് നടത്തിയതാണെന്ന്, കളവ് മുതലുണ്ടെന്നെല്ലാം. അതിനൊന്നും പ്രശ്നമില്ല കേസില്ല. പക്ഷേ ഈ പറയാം, പാടാൻ പാടില്ലത്. അത് കവിതാ രൂപത്തിൽ എഴുതിയതിന് കേസെടുക്കാൻ പോയ കക്ഷികളാണ് ഉള്ളത്. അന്ന് മുതൽ ഞാൻ പറയുന്നു, ഈ കേസ് നിൽക്കുന്നതല്ല, ഒരു കാരണവശാലും നിൽക്കത്തില്ല. ഒരു ഈണം എന്ന് പറയുന്ന ആരുടെയും സ്വന്തമല്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വെച്ചും കേസെടുക്കും. എന്തിനാ? ഇത് ഈ പാട്ട് പുറത്ത് വരരുത് ഇനി. പക്ഷെ അതിനി പുറത്തൊന്നും വരാതിരിക്കേണ്ട കാര്യമില്ല. എല്ലാവരെയും നാവിൻ തുമ്പിൽ ഈ പാട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒരു 100 പ്രാവശ്യമെങ്കിലും ഈ പാട്ട് കേട്ട് കാണും. അത് മുഴുവൻ കാണാതെ അറിയാം ഇപ്പോൾ. ആ രീതിയാണ്. അതുകൊണ്ട് ഇനി പുതിയതായിട്ട് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആ പാട്ട് നിരോധിച്ചത് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം എന്ന് വെച്ചാൽ അത് തന്നെ തോന്നും നമുക്ക്. കോടതി പറഞ്ഞു, ഈ സ്വർണ്ണക്കൊള്ള, ശബരിമലയിലെ സ്വർണം മോഷണം, സ്വർണം കട്ടത് എന്ന് പറയുന്നത് ആ വിശ്വാസികളുടെ വളരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടായി, വിശ്വാസികളുടെ എല്ലാ വികാരങ്ങളെയും വ്രണപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പാട്ട് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ആ കേസെടുക്കാൻ പോയേ. പിന്നെ ഏതായാലും ഇപ്പം അതിൽ നിന്ന് അങ്ങ് പിടിത്തം അങ്ങ് വിട്ട്, ഇനി കേസില്ല. നന്നായി. അപ്പോൾ ഏതായാലും വളരെ കഷ്ടപ്പെട്ട് ഇപ്പം പങ്കജ് ഭണ്ഡാരിയെയും അതേപോലെ തന്നെ ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗോവർദ്ധൻ കർണാടകയിലെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയാണ്. ഈ പങ്കജ് ഭണ്ഡാരി എന്ന് പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമയാണ്. ഏതായാലും അവർ ഈ കൊള്ള മുതൽ സ്വീകരിച്ചാണ്, കളവ് മുതൽ സ്വീകരിച്ചാണ്. അതിനകത്ത് നിർബന്ധമായിട്ടും അകത്ത് കിടക്കേണ്ട ഗതികൾ വരും. പിന്നെ നമ്മൾ അന്ന് മുതൽ വേറൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പത്മകുമാറും, അതായത് ഈ സ്വർണം ഈ പോറ്റി ഏൽപ്പിച്ചു വിടാൻ ഉള്ള തീരുമാനത്തിൽ ഒപ്പിട്ടുള്ളത് ആരൊക്കെയാണെന്നറിയോ? ഒന്ന് പത്മകുമാർ, ബോർഡിൻ്റെ പ്രസിഡൻറ്റ്, തിരുവനന്തപുരം തിരുവിതാംകൂർ ഇതിൻ്റെ ബോർഡിൻ്റെ പ്രസിഡൻറ്റ്, അതേപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ്. അദ്ദേഹത്തോടൊപ്പം 2 പേരും കൂടെ അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. 2 അംഗങ്ങളുണ്ട്. ഒന്ന് വിജയകുമാർ, പിന്നെ രണ്ടാമത്തത് KP ശങ്കർദാസ്. ഈ 2 പേര്. അപ്പോൾ എൻ്റെ സംശയം, ഈ കൂട്ടുത്തരവാദിത്തമുള്ള ഒരു കാര്യത്തിൽ ഇവരെ 2 പേരെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഒരു സംശയം ഉണ്ടായിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം ഇതിന് കോടതി ഇന്നലെ ചോദിച്ചു, ഈ ബോർഡ് അംഗങ്ങൾ ഇതിൽ ഒരാളെ മാത്രം എന്തിനെ അറസ്റ്റ് ചെയ്യുന്നു, ബാക്കി മറ്റൊരു 2 പേരെ എന്തുകൊണ്ട് വിടുന്നു? മറ്റൊരു കുറെ കൂടെ ഇപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള രാഷ്ട്രീയക്കാരാണ്, അതുകൊണ്ടാണ്. അല്ലാതെ വേറെ കാര്യമൊന്നുമല്ല. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അവർ ഇതൊന്നും അറിഞ്ഞില്ല കേട്ടില്ലെന്ന് പറയാൻ നോക്കും. അവർ സിഗ്നറ്ററീസ് ആണ് അതിനകത്ത്. പ്രഥമ ദൃഷ്ടിയ അവരും ഇതേപോലുള്ള ക്രിമിനൽ കുറ്റം ചെയ്ത ആളുകളാണ്. അവരെ മാത്രം വിടാൻ പറ്റും? അവരെ അങ്ങോട്ട് മാറ്റി നിർത്താൻ ഈ SITക്ക് എന്താ അധികാരമുള്ളത്? ആ ചോദ്യം ഇന്നലെ ആ കോടതി ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, വളരെ ഫലവത്തായി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്
ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നു. ഒന്നുമില്ല, അത് ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല, യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തതാണ്. ഏതായാലും അത് അള്ളി ദൂരെ കളഞ്ഞു. അതിനോടൊപ്പം ഇത്രയും ഒബ്സർവേഷൻസ് വന്നു. ഈ നിരീക്ഷണങ്ങൾ വന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പങ്കജ് ഭണ്ഡാരിയും അതുപോലെ തന്നെ ഗോവർദ്ധനും അറസ്റ്റായത്. ഇനി ബാക്കിയുള്ളവരുണ്ട്. ഇതിൻ്റെ ഒന്നുമല്ല. ഈ സ്വർണ്ണപ്പാളി, ഈ പാളി എവിടെ പോയി? ഈ ചെമ്പ് പാളി എന്ന് പറഞ്ഞല്ലോ, അത് എവിടെ പോയെന്നുള്ളതെന്ന് അറിയണമല്ലോ. സ്വർണം പതിപ്പിച്ച ചെമ്പ് പാളി. ഈ സ്വർണത്തിന് വേണ്ടിയൊന്നുമല്ല. ഈ 30 കിലോ സ്വർണം ഒന്നുമല്ല. ഇതിൻ്റെ ആൻറ്റിക് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ കോടികളാണ് മറിയുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 1.5 കോടി രൂപ കൊടുത്തെന്ന് ഗോവർദ്ധൻ പറയുന്നു. 1.5 കോടി രൂപ കൊടുക്കണമെങ്കിൽ ഇപ്പം ഇയാൾ കൊണ്ടുപോയേക്കുന്ന സ്വർണം എന്ന് പറയുന്നത് എത്ര കാണും? ഇയാൾക്ക് മാത്രം 1.5 കോടി രൂപ കൊടുക്കണമെങ്കിൽ. എന്നിട്ട് ഈ 12 പവൻ വാങ്ങിയെടുത്തല്ലോ അതിനകത്തുനിന്ന്, 96 ഗ്രാം ഉരുക്ക് കൂലി വാങ്ങിയെടുത്തു. അതൊരു സങ്കടം വന്നെന്ന്. അതുകൊണ്ട് അയാൾ 10 ലക്ഷം രൂപയ്ക്ക് അന്നദാനം അങ്ങ് നടത്തിയെന്ന്. തീരുമല്ലോ, എളുപ്പമുണ്ട്. കോടിക്കണക്കിന് രൂപ മോഷിച്ചുകൊണ്ട് പോയിട്ട് അതിൽ നിന്നൊരു 10 ലക്ഷം അന്നദാനം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഒഫൻസും മാറും. ഈ അന്നദാനം കൊടുത്താലൊന്നും നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡോ BNS അനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങൾ ഇല്ലാതാവത്തില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഏതായാലും ഇനി അതിൻ്റെ വിവരം അറിയാൻ പോവുക. ഇതേതായാലും ഉണ്ടല്ലോ, ഇത് ഇവിടെ അങ്ങ് നിൽക്കത്തില്ല ഈ കേസ്. ഇത് വീണ്ടും ഉന്നതങ്ങളിലേക്ക് പോകും, അതിനൊരു സംശയവും വേണ്ട. അപ്പോൾ അതിന് നമുക്ക് എല്ലാവർക്കും ഒന്ന് കാത്തിരിക്കാം. SITക്ക് ഒരു മനസ്സ് വരട്ടെ കേട്ടോ. ഇതിപ്പോൾ അയ്യപ്പൻ ഇറങ്ങി വന്ന് അന്വേഷിക്കേണ്ട ഗതികേടിലിരിക്കുകയാണ്. SIT ഒന്നും അന്വേഷിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ ഇതൊന്നും മറയ്ക്കാൻ ഒക്കത്തില്ല. എല്ലാവർക്കും അറിയാം ഇതിൽ ആരൊക്കെ ഉണ്ട്, എങ്ങോട്ടൊക്കെ ഇത് പോയിട്ടുണ്ട്, പോകും എന്നുള്ളതിനെക്കുറിച്ച്. അത് അവരെ ജനങ്ങളുടെയെങ്കിലും ആ വിശ്വാസ്യത നേടിയെടുക്കാൻ നല്ല രീതിയിലുള്ള അന്വേഷണം ഇതിന് വേണം. അത് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.